ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 101 കറികൾക്ക് സമാനമായ ഇഞ്ചിക്കറിയാണ്. നമ്മളിതിൽ ചെറിയ ചില സ്പെഷ്യൽ കൂട്ടുകളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുന്നു. പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഞ്ചിയൊക്കെ വറുത്ത് കോരാനുള്ളതാണ്. പിന്നെ ഇഞ്ചി ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വളരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കണം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് വറുത്തെടുക്കേണ്ടി വരും. അധികം തീയിൽ വെച്ച് വേവിക്കരുത്, കരിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇഞ്ചിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ട് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. വളരെ ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് മാറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളി, ഏകദേശം കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർക്കാം. അതും നമുക്കൊന്ന് വഴറ്റി ഒന്ന് വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. പിന്നീട് നമ്മൾ വറുത്തെടുക്കുന്നതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില കൂടിയാണ്. ഇത് മൂന്നും കൂടിയാണ് നമ്മൾ ഒന്നായിട്ട് വറുത്തെടുക്കുന്നത്. അതും കൂടി ഒന്ന് ചെറു തീയിൽ വെച്ച് വറുത്തെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് കരിയാതെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതുകൂടി നമ്മളൊന്ന് കോരി മാറ്റി വയ്ക്കുന്നു. ഈ കോരി മാറ്റി വെച്ച ഇതെല്ലാം നമ്മളിപ്പോൾ ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തെടുത്തിട്ട്. അത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആറിയതിൻ്റെ ശേഷം ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. അതിൽ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്കുള്ള വറവാണ് ആദ്യം ചേർക്കുന്നത്. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് വേണ്ടത് കുറച്ച് ഉലുവയാണ് കേട്ടോ. കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നു. ഉലുവയും കടുകും ഒക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. നമ്മൾ ചെറു തീയിലാണ് കേട്ടോ വയ്ക്കുന്നത്. കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ട് നമുക്കതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നു. രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. നമ്മുടെ വറവൊന്ന് റെഡിയായി വരുമ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. തീയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ഓൾറെഡി തീ ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. പിന്നീട് നമ്മൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. ഞാൻ ഏകദേശം ഒരു 40-50 ഗ്രാം പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. പുളി നമുക്ക് ടേസ്റ്റിൽ പുളി ഒന്ന് കുറച്ച് കൂടി നിൽക്കണം കേട്ടോ. എന്നാലേ ഇഞ്ചിക്കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് പുളിയാണ് ഇതിൽ കൂടുതൽ മികച്ച് നിൽക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ പുളി ഒന്ന് തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചി ഉള്ളിയൊക്കെ കൂടി അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നു. ഞാനൊരു 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ഇനി ശർക്കരയൊക്കെ ഒന്ന് അതിൽ ചേർന്ന് രുചി ഒന്ന് റെഡി ആവാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി തിളപ്പിച്ച് നമ്മളൊന്നും കൂടി കട്ടിയാക്കുക.
ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഓണം സ്പെഷ്യലും സദ്യ സ്പെഷ്യലുമായിട്ടുള്ളൊരു കറിയാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി ഇല്ലാത്തൊരു സദ്യ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയറുകളൊക്കെ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്